എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജെയിംസ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ ഞങ്ങളോടൊപ്പം സമപ്രായക്കാരായ മറ്റു 2 ഫാമിലിക്കാരുമുണ്ട്. ഡൽഹിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സമ്പർക്ക് ക്രാന്തി ട്രെയിനിൽ സെക്കൻഡ് AC-യിലാണ് ഞങ്ങളുടെ യാത്ര. ദൂരയാത്രയ്ക്ക് എപ്പോഴും നമുക്ക് സെക്കൻഡ് AC എങ്കിലും വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പേരുടെ സീറ്റ് 2 പേർക്കായിട്ട് കിട്ടും. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബർത്തേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ദിവസം രാവിലെ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഡൽഹിയിലുള്ള ഒരു സുഹൃത്ത്, ഞങ്ങൾ 6 പേരുള്ളത് കൊണ്ട് തന്നെ എർട്ടിഗയുടെ ഒരു ടാക്സിയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. വളരെ മര്യാദക്കാരനായ ഒരു സർദാർജി ആയിരുന്നു ഡ്രൈവർ. അങ്ങനെ ഞങ്ങളുടെ ഡൽഹിയിലുള്ള സുഹൃത്തായ സജീവിൻ്റെ ഫ്ലാറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സജീവ് വർഷങ്ങളായിട്ട് അവിടെ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആണ്. ബിസിനസ്സുകാരനാണ് പുള്ളി. അവിടെ നിന്നും ഞങ്ങളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നേരെ കുത്തബ് മിനാർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. 12 മണിയോടുകൂടിയേ ഞങ്ങളുടെ ഹോട്ടൽ റൂംസ് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം സമയം കളയാതെ കുത്തബ് മിനാർ സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുത്തബ് മിനാറിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മുടെ സാരഥി സർദാർജി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അയക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുക്കുകയാണ്. 35 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫോറിനേഴ്സിന് 550 ഓൺലൈൻ വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ജാതി മത ഭേദമന്യേ സ്വദേശികളും വിദേശികളുമായി വളരെയധികം ടൂറിസ്റ്റുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ഡൽഹിയിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ ഒരു പ്രധാന പ്രതീകമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. കുത്തബ് മിനാർ കൂടാതെ അലാവുദ്ദീൻ ഖൽജിയുടെ ശവകുടീരം, ഖുവത്ത് ഉൽ ഇസ്ലാം പള്ളി, ഇരുമ്പ് സ്തംഭം എന്നിവയും ഈ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ധാരാളം കുട്ടികളും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രധാന പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടാറുള്ളൂ. കുത്തബ് മിനാറിൻ്റെ മുകളിലുള്ള 2-3 നിലകൾ നമുക്ക് വളരെ ദൂരേനെ കാണാൻ സാധിക്കും. എയർപോർട്ട് വലിയ ദൂരത്തല്ലാത്തതിനാൽ എപ്പോഴും നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പറക്കുന്നത് കാണാം. ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയും പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെയും ഒരു തിരക്കിലാണ് ഇവിടെ. ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കുത്തബ് മിനാർ. ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലാണ് കുത്തബ് മിനാർ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. 72.5 മീറ്റർ അഥവാ 237.8 അടിയാണ് ഈ ഗോപുരത്തിൻ്റെ ഉയരം. 5 നിലകളായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുകളിലേക്ക് കയറാൻ 399 പടികളാണുള്ളത്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ നിലയുടെ വ്യാസം 14.3 മീറ്ററും ഏറ്റവും മുകളിലത്തെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. ഞങ്ങൾ ഈ ചരിത്ര ഗോപുരത്തിന് താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ മിനാറിൻ്റെ ഉള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. മുമ്പൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു. നമുക്ക് പല നിലകളിലും മുകളോട്ട് പോകാമായിരുന്നു, കാണാമായിരുന്നു. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു എന്ന് കണ്ടിട്ടുള്ളവർ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതിനുള്ളിൽ തിക്കിലും തിരക്കിലും പെട്ട് കുറേ ടൂറിസ്റ്റുകൾ മരണപ്പെടാനിടയായി. അതിനുശേഷമാണ് ഇതിന് ഉള്ളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത്. മാത്രമല്ല, മിനാറിൻ്റെ മുകളിൽ നിന്ന് ചാടി പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ മിനാരത്തിൻ്റെ പണി തുടങ്ങി വെച്ചത് 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു. പക്ഷേ 1ാമത്തെ നില പൂർത്തീകരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയും
അദ്ദേഹത്തിൻ്റെ മകനായ സുൽത്താൻ ഇൽത്തുമിഷ് ആണ് പിന്നെ ഇത് പൂർത്തീകരിച്ചത് 1229 ഏകദേശം 800 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കണം. താഴെയുള്ള നിലകളൊക്കെ ഇഷ്ടികയിലാണ് തീർത്തിരിക്കുന്നതെങ്കിലും ഏറ്റവും മുകളിലത്തെ 2 നിലകൾ മാത്രം വെണ്ണക്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ഓരോ നിലകളുടെ മുകളിലും പ്രത്യേകം ബാൽക്കണി സ്ഥാപിച്ചിട്ടുണ്ട്. സങ്കീർണമായ വളരെയധികം കൊത്തുപണികളും അതുപോലെ തന്നെ വളരെയധികം അറബിക് ലിഖിതങ്ങളും നമുക്ക് ഈ മിനാരത്തിൽ കാണാൻ സാധിക്കും. ഇടിമിന്നൽ, ഭൂകമ്പം മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഈ മിനാരത്തിനും ഇതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് നിർമ്മിതികൾക്കും എല്ലാം വളരെയധികം നാശനഷ്ടങ്ങൾ പല സമയത്തായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള ദില്ലി സുൽത്താൻമാരാണ് ഇതിൻ്റെ കേടുപാടുകൾ തീർത്ത് മുന്നോട്ട് നയിച്ചിരുന്നത്. ഇപ്പോൾ മിനാരമൊഴികെ ബാക്കിയുള്ള നിർമ്മിതികളൊക്കെ ഏകദേശം തകർന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളെ കുത്തബ് മിനാർ സമുച്ചയത്തെപ്പറ്റി എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാനുള്ളൂ. ഇനിയും ബാക്കി കുറേ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കുക. ഈ സമുച്ചയത്തിലുള്ള അലായി ദർവാസ എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ ഗേറ്റാണ് ഈ കാണുന്നത്. അതിനുള്ളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ മനോഹരമായ ഒരു നിർമ്മിതിയാണിത്. 1311 അന്നത്തെ ദില്ലി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് ഈ കവാടം നിർമ്മിച്ചത്. അപ്പോൾ കുത്തബ് മിനാർ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. കുറേ നടന്ന് കാണാനുണ്ട്. ഞങ്ങൾ കുറച്ച് നടന്ന് കുഴപ്പി എല്ലാവരും. ഇനിയിപ്പോൾ തൽക്കാലം കുത്തബ് മിനാറിനോട് വിട പറയുകയാണ്. വീണ്ടും വരാം, കാണാം എന്നുള്ള പ്രതീക്ഷയോടെ. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കാണാനിറങ്ങിയത് ഇവിടെയുള്ള ഒരു വലിയ മാളാണ്. നെക്സസ് സെലക്ട് സിറ്റി വാക്ക് എന്നാണ് ഈ മാളിൻ്റെ പേര്. വലിയ വിശാലമായ ഏക്കർ കണക്കിന് ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയമാണിത്. ന്യൂഡൽഹി പുഷ്പ് വിഹാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായി 5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ മാളുള്ളത്. 2007 ഒക്ടോബർ 12 ഇതിൻ്റെ ഓപ്പണിംഗ്. അപ്പോൾ ഈ മാളിനെ പറ്റിയും എനിക്ക് കൂടുതലായി ഒന്നും വിശദീകരിക്കാനില്ല. ഈ മാളും അതിൻ്റെ പരിസരങ്ങളും ഉൾവശവും ഒക്കെ ഷോപ്പുകളും ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കൂടെ കറങ്ങി നടന്ന് കാണാവുന്നതാണ്.
അപ്പോൾ നെക്സസ് സെലക്ട് സിറ്റി വാക്ക് മോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഡൽഹി കാഴ്ചകളുടെ വീഡിയോയുമായി ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ എത്തുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.